ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നല്ലൊരു അടിപൊളി പഫ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അതിന് നമ്മൾ ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ടെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ചപ്പാത്തി പരുവത്തിനേക്കാളും കുറച്ചും കൂടെ ലൂസ്. ചപ്പാത്തിക്കൊക്കെ അത്യാവശ്യം ഒരു ടൈറ്റല്ലേ, അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം അതൊന്ന് കുഴച്ചെടുക്കാൻ. ആദ്യം തന്നെ കുഴക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ആദ്യം ഒന്ന് പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴക്കാം. നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓരോരോ ബോൾസാക്കി എടുക്കാം. പിന്നെ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വരും. അതിൽ മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴേക്കപ്പം കിട്ടുന്ന കേട്ടോ. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പിന്നെ നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ ഓയിലിൽ നമുക്കിതൊന്ന് പ്രസ് ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് 2 സൈഡിലൊന്ന് ഓയിൽ തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. പിന്നെ എനിക്ക് ഈ വീഡിയോസ് വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എനിക്കതൊരു സിമ്പിളാണെന്ന് തോന്നിയപ്പോൾ ഞാനത് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് എല്ലാതും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്യണം. ഇതൊന്ന് ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒരു 10-20 മിനിറ്റോളം നമുക്ക് കവർ ചെയ്താൽ മതി. പിന്നെ അപ്പോഴേക്കും നമുക്കിതിൻ്റെ ഫില്ലിങ്സൊക്കെ റെഡിയാക്കാം. ആദ്യം നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതായത് കുറച്ച് കുഞ്ഞു സവാളായിരുന്നു. 5 സവാള എടുത്തിട്ടുണ്ട്. കുഞ്ഞു സവാള ആയതിൻ്റെ പേരിലാണ് 5 എടുത്തത്. അതല്ലെങ്കിൽ ഒരു 2-3 വലിയ സവാളൊക്കെ ആണെങ്കിൽ ഒരു 2-3 സവാള എടുത്താൽ തന്നെ ഉണ്ടാകും. നല്ല ചെറുതായിരുന്നു. പിന്നെ കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണം. അതും കൂടെ 1 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി ഇടാം. പിന്നെ ഒരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടെടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടെടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം എടുക്കാം. അപ്പോഴേക്കും ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയിലും കൂടെ ആഡ് ചെയ്യാം. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരുന്നു. ഫില്ലിങ്സിനും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം. ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഓയിലൊക്കെ ഇട്ട് വെച്ചിട്ടിപ്പോൾ
പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് വലിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാകും. ടൈറ്റൊന്നും ഇല്ല, നല്ല ലൂസായിട്ടായിരിക്കുന്നത്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പെട്ടെന്ന് ലെവലാക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് 4 മടക്കാം. എന്നിട്ട് വീണ്ടും പരത്താം. വീണ്ടും 4 മടക്കാം. വീണ്ടും ഒന്ന് പരത്താം. ഇനി ഒന്ന് 4 മടക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലില്ലായിട്ട് നിൽക്കില്ല. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് അതിങ്ങനെ പൊടിഞ്ഞ് വീഴുമല്ലോ. അപ്പോൾ നല്ല ലെയറായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കുന്നത്. ഇനി നമുക്ക് എല്ലാതും അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം. പിന്നെ ഒരു എഗ്ഗ് പകുതി എടുത്തിട്ട് അത് വെക്കാം. അങ്ങനെ 4 സൈഡിൽ നിന്നും ഒന്ന് ഇതേപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതിൻ്റെ മുൻപായിട്ട് ഒരു എഗ്ഗ് ഒന്ന് പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ മുകളിലൊക്കെ നല്ല കളറായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു യെല്ലോ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണത് ചെയ്തെടുക്കുന്നത്. പിന്നെ 200 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 30 മിനിറ്റോളം വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.